ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏപ്രിൽ 23 രാവിലെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലേവ്യപുസ്തകം 19 അധ്യായമാണ്. വളരെ മനോഹരമായിരിക്കുന്ന അധ്യായമാണിത്. ഏത് കാലത്തെ ആളുകൾക്കും ഈ അധ്യായം വളരെ ഇഷ്ടമാണ്. കാരണം ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് സാധു സംരക്ഷണത്തെക്കുറിച്ചാണ്, സാധുക്കളുടെ സംരക്ഷണത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ ഇടയിലുള്ളതായിരിക്കുന്ന അനാഥനെയും വിധവമാരെയും പരദേശിയെയും നിങ്ങൾ സംരക്ഷിക്കണമെന്നാണ്, അവർക്ക് നിങ്ങൾ ഉപകാരം ചെയ്യണമെന്നാണ്. എത്ര നല്ല പ്രമാണമാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ്രായേൽ ജനം 430 വർഷങ്ങൾ മിസ്രൈമിൽ അടിമകളായിരുന്നതുകൊണ്ട് അടിമകളോട് അവർ പ്രത്യേക അനുഭാവം കാണിക്കണമെന്ന് ദൈവം നിഷ്കർഷിച്ചു. നിങ്ങൾ അടിമകളായിരുന്നു എന്ന് ഓർക്കണം. നിങ്ങൾ അടിമത്തത്താൽ നിങ്ങളെ വളഞ്ഞെടുത്ത കാലമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ളതായിരിക്കും ദാസന്മാർക്ക്, അടിമകൾക്ക് നിങ്ങൾ പ്രത്യേകം കരുണ കാണിക്കണം. മിസ്രൈമരെ പോലെയുള്ള യജമാന്മാർ നിങ്ങളാകരുത്. പിന്നെയോ നിങ്ങൾ ക്രൂര യജമാന്മാരുടെ മർദ്ദനവും പീഡനങ്ങളും നിങ്ങൾ അനുഭവിച്ചവരായതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ളതായിരിക്കുന്ന ദാസന്മാരോട് നിങ്ങൾ അനുവോടെ പെരുമാറണമെന്നാണ്. എന്ന് മാത്രമല്ല, നിങ്ങളവിടെ പരദേശികളായിരുന്നു. നിങ്ങളിവിടെ പരദേശികളായിരുന്നു. അന്യദേശത്താണ് നിങ്ങൾ 430 വർഷങ്ങൾ വസിച്ചത്. അന്യദേശത്ത് നിങ്ങൾ വസിച്ചപ്പോൾ അവർ ആദ്യകാലങ്ങളിൽ നിങ്ങളോട് എത്ര അനുകമ്പയോടാണ് പെരുമാറിയത്. ജോസഫിനെ അറിയാവുന്നതായിരിക്കുന്ന ഫറവോന്മാർ വന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തു. നിങ്ങൾക്ക് ഗോശൻ ദേശം കൽപ്പിച്ചു തന്നു. അവിടെ കൃഷി ചെയ്യാനും മൃഗങ്ങളെ വളർത്താനും എല്ലാം ഉള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തന്നു. നിങ്ങളെങ്ങനെ പരദേശികളായിരുന്നു. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികൾക്ക് ഒരു ദോഷവും പറ്റാതെ, ഒരു കുറവുമില്ലാതെ നിങ്ങളവരെ സംരക്ഷിക്കണം. അതുപോലെ അനാഥരെ വിധവമാരെയും നിങ്ങൾ സംരക്ഷിക്കണം. അനാഥരപ്പം മരിച്ചു പോയ കുഞ്ഞുങ്ങളാണ്, അവരെ നിങ്ങൾ സംരക്ഷിക്കണം. ഇസ്രായേൽ വിധവമാർക്ക് സ്വത്തിന് അവകാശമില്ല, പുരുഷന്മാർക്ക് മാത്രമേ സ്വത്തിന് അവകാശമുള്ളൂ. അപ്പോൾ ഭർത്താവ് മരിച്ചു പോയാൽ ആൺമക്കളുണ്ടെങ്കിൽ അവർക്ക് സ്വത്ത് കിട്ടുമല്ലോ, പെൺമക്കൾ മാത്രമാണെങ്കിൽ അവർക്ക് സ്വത്ത് കിട്ടുകയില്ല. അവർക്കൊന്നുമില്ലാത്തവരായിട്ട് അവരെ പറഞ്ഞയക്കുകൊണ്ട് ബന്ധുമിത്രാദികൾ. എന്നാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാധു സംരക്ഷണത്തിൻ്റെ ഭാഗമായി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം, നിലങ്ങൾ കൊയ്യുമ്പോൾ 4 അതിരും കൊയ്യരുതെന്നാണ്. നിങ്ങൾ വിചാരിച്ചുള്ളൂ നിങ്ങൾ വാഴ വെക്കുകയാണ്, 4 ഒരു സ്ക്വയറായിട്ട് കിടക്കുന്നതായിരിക്കുന്ന പീസ് ഓഫ് പ്രോപ്പർട്ടിയാണ്, അതിൻ്റെ 4 അതിരിൽ നിങ്ങൾക്ക് വാഴയുണ്ട്. 10 വാഴ വീതം 4 അതിരിലുണ്ട്, 40 വാഴയുണ്ട്. നിങ്ങൾ ആ കൊലകളൊന്നും വെട്ടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആ കൊലകളൊന്നും വെട്ടരുത്. അത് പാവങ്ങളും പരദേശികളും അനാഥരും വിധവമാരും ഉണ്ട്, അവർ കൊണ്ടുപോട്ടെന്നാണ് പറയുന്നത്. ദൈവം പറയുന്നത് അതിനകത്തുള്ളതായിരിക്കുന്ന വാഴകളെ ഞാൻ അനുഗ്രഹിക്കാമല്ലോ, ധാരാളമായിട്ട് അനുഗ്രഹിച്ച് തരുമല്ലോ. കപ്പയാണെങ്കിൽ അങ്ങനെ തന്നെ, നെല്ലാണെങ്കിൽ കൊയ്യരുത്, അതിലുള്ളത് കൊയ്യരുത്, ഇട്ടേക്കാനാണ് പറയുന്നത്. അതിൽ കൊയ്യരുതെന്നാണ്. വലിയവനായ ദൈവം പാവപ്പെട്ടവർക്ക് വേണ്ടി കരുതുന്നവനാണ്. സാധുക്കൾ അതിലുള്ളത് പെറുക്കട്ടെ, കൂടാതെ താഴെ വീഴുന്ന കതിരുകൾ സാധുക്കൾക്കുള്ളതാണ്, അത് നിങ്ങൾ പെറുക്കിയെടുക്കരുത്. മുന്തിരിയുടെ ഫലമെടുക്കുമ്പോൾ വൃക്ഷാഗ്രങ്ങളിൽ അത് പന്തലിന് മുകളിലുള്ളത് നിങ്ങൾ പറിക്കരുത്. ഒലിവ് തല്ലുമ്പോൾ നിങ്ങൾ വൃക്ഷത്തിൻ്റെ അഗ്രങ്ങളിലുള്ളത് തല്ലരുത്. സാധുക്കൾക്ക് വേണ്ടി, പരദേശികൾക്ക് വേണ്ടി, അനാഥർക്ക് വേണ്ടി, വിധവമാർക്ക് വേണ്ടി ഒരു പ്രൊവിഷൻ ദൈവം അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ ഈ പ്രമാണങ്ങൾ പഴയ നിയമകാലത്തെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി നൽകിയതാണ്. അന്നത്തെ അനാഥരും വിധവമാരും പരദേശികളും അടിമകളും സുരക്ഷിതരായിരിക്കണം. അവരുടെ സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിൽ തന്നെയും അവർക്ക് ജീവിക്കുവാനുള്ളതായിരിക്കുന്ന മാർഗം ദൈവം ഒരുക്കിയിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലെ പാർക്കുന്ന നമുക്ക് ഈ പ്രമാണങ്ങളൊക്കെ ബാധകമല്ലേ? തീർച്ചയായിട്ടും പഴയ നിയമത്തിലെ പ്രമാണങ്ങൾ നമുക്കും ബാധകമാണ്. പഴയ നിയമം കൊണ്ട് നമുക്കുള്ളതായിരിക്കുന്ന പ്രയോജനം എന്താണ്? നമുക്ക് ബുദ്ധിയുപദേശത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഇടയിലുള്ള അനാഥരോട് നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടത്, നമ്മുടെ ഇടയിലുള്ള വിധവമാരോട് നമ്മൾ എങ്ങനെ ഇടപെടേണ്ടത്, നമ്മുടെ ഇടയിലുള്ള വേലക്കാരോട് നമ്മൾ എങ്ങനെ ഇടപെടേണ്ടത്, നമ്മുടെ ഇടയിൽ പരദേശികളുണ്ടെങ്കിൽ അവരോട് നമ്മൾ എങ്ങനെ ഇടപെടേണ്ടത്. അപ്പോൾ അക്കാര്യത്തിൽ നാം വളരെ വളരെ അധികം ഈ പഴയ നിയമത്തിലെ പ്രമാണങ്ങൾ ഉൾക്കൊണ്ട് തന്നെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞതാണ്, സാധുക്കൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടല്ലോ എന്നാണ് കർത്താവ് പറഞ്ഞത്. ബേഥാന്യയിലെ മറിയ കർത്താവിൻ്റെ വാദപീഠത്തിങ്കൽ കൊണ്ടുവന്ന് 300 വെള്ളിക്കാശിന് തൈലം ഒഴിച്ചപ്പോൾ യൂദ പിറുപിറുത്തിട്ട് പറഞ്ഞു, ഈ വെള്ളിക്കാശ് വെറുതെ കളഞ്ഞല്ലോ, ഇത്രയും 300 വെള്ളിക്കാശിനുള്ള തൈലം വെറുതെ കളഞ്ഞു, അതൊക്കെ വലിയ ദരിദ്രന്മാർക്ക് കൊടുക്കരുതാണെന്ന് ചോദിച്ചു. ദരിദ്രന്മാരുള്ള കരുതൽ കൊണ്ടൊന്നുമല്ല യൂദ പറഞ്ഞത്. പിന്നെ പണം സൂക്ഷിക്കുന്നവനായതുകൊണ്ട് 300 വെള്ളിക്കാശ് അവൻ്റെ അധീനതയിൽ വന്നാൽ അവനതെടുത്ത് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് പറഞ്ഞത്. പക്ഷേ കർത്താവ് പറഞ്ഞു, സാധുക്കൾ നിങ്ങൾക്ക്, പാവങ്ങൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ട്, സാധുക്കൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടല്ലോ എന്നാണ് കർത്താവ്. യെരുശലേം കൗൺസിലിൽ കൂടി പിരിഞ്ഞു പോകുമ്പോൾ പത്രോസും യാക്കോബും ഒക്കെ പറഞ്ഞു, പൗലോസിനോട് പറഞ്ഞു, നിങ്ങൾ സാധുക്കളെ എപ്പോഴും ഓർത്തുകൊള്ളണമെന്ന്. പുതിയ നിയമത്തിൻ്റെ പ്രമാണത്തിൽ പാവപ്പെട്ടവർക്ക് എന്നും പരിഗണന നൽകണമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ ഉപദേശമാണ്. വാസ്തവത്തിൽ വിശുദ്ധന്മാർക്കിടയിൽ സാധുക്കൾ ഉണ്ടാകേണ്ട ആവശ്യമില്ല. എന്തിന് സാധുക്കൾ ഉണ്ടാകണം? വിശ്വാസികളായിരിക്കും നമ്മളവരുടെ കാര്യം നോക്കിയാൽ പോരെ. അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞതുപോലെയുള്ള പ്രമാണങ്ങൾക്ക് ഇവിടെയുമുണ്ട്.
പഴയ നിയമത്തിലെ യഹൂദന്മാർക്ക് 3 ദശാംശങ്ങളാണ് ഉണ്ടായിരുന്നത്. 1 ദശാംശം സാധുക്കൾക്കും പാവപ്പെട്ടവർക്കും അനാഥർക്കും വിധവമാർക്കും വേണ്ടിയുള്ളതായിരുന്നു. ഇന്നത്തെ വിശ്വാസികൾ ദശാംശം സഭയ്ക്ക് കൊടുക്കുമ്പോൾ, ദശാംശം എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്നത്, ദശാംശം എന്നൊരു ഉപദേശം പുതിയ നിയമത്തിലില്ല. എങ്കിലും അങ്ങനെ പറഞ്ഞ് കൊടുക്കുമ്പോൾ ഈ പാവപ്പെട്ടവർക്ക് എന്തുണ്ട്? പല സഭകളുടെയും ബഡ്ജറ്റിൽ അനാഥ സംരക്ഷണവും പാവങ്ങളുടെ സംരക്ഷണവും വിധവമാരുടെ സംരക്ഷണവും ഉണ്ടോ? അങ്ങനെ ഒരു ബഡ്ജറ്റ് ഐറ്റം ഉണ്ടോ? കെട്ടിടം പണിയാനും മറ്റ് പരിപാടികൾക്കുമാണ് പണം ഉപയോഗിക്കുന്നത്. കെട്ടിടം പണിയുക, റേഡിയോ പ്രോഗ്രാമിന്, ടെലിവിഷൻ പ്രോഗ്രാമിന്, അതൊക്കെ നല്ലതാണ്. നമ്മളും ഇതാണല്ലോ ചെയ്യുന്നത്. ഇതിനൊക്കെ ചിലവില്ലേ? ഉണ്ട്. പക്ഷേ പാവങ്ങളെ സംരക്ഷിക്കുവാനുള്ളതായിരിക്കുന്ന പ്രമാണങ്ങൾക്ക്, അതിനുള്ളതായിരിക്കുന്ന ബഡ്ജറ്റിൽ വക ഉൾക്കൊള്ളാതെ ഇതൊക്കെ ചെയ്താൽ ദൈവത്തിന് പ്രസാദമാവില്ല. അതുകൊണ്ട് പഴയ നിയമത്തിൻ്റെ പ്രമാണങ്ങൾ പുതിയ നിയമത്തിലുമുണ്ട്. വൃക്ഷങ്ങളുടെ വിഗ്രഹങ്ങളുള്ളതും മറന്നുപോയതായിരിക്കുന്ന കറ്റ വയലിൽ പോയി എടുക്കരുത്. അതുപോലെ മുന്തിരിത്തോട്ടങ്ങളിലും ഒലിവ് തോട്ടങ്ങളിലും ഒക്കെ ഫലമെടുക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു വീതം വെച്ചേക്കണമെന്നുള്ള പ്രമാണം ഇന്നുമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണ്. പഴയ നിയമ വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ എത്ര ഉന്നതമായ സ്റ്റാൻഡേർഡാണ് ദൈവം ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ആ നിലവാരങ്ങൾ പുലർത്തി ജീവിക്കുവാനായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം പാവങ്ങളെ കൈവിടുന്ന ദൈവമല്ല. അനാഥരുടെയും വിധവമാരുടെയും ദൈവം എന്നാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവരുടെ പിതാവാണ്, അവരുടെ ദൈവമാണ്. അതുകൊണ്ട് നാമും അവരെ കരുതേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.